ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു മാത്സ് പ്രോബ്ലം ഒന്നുമല്ല. നമുക്ക് ഒരു സയൻസിൻ്റെ ഒരു ചെറിയൊരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് നമ്മളിപ്പോൾ ഇന്ത്യ സാറ്റലൈറ്റ് വിക്ഷേപിച്ചു, അതുപോലെ തന്നെ നാസ സാറ്റലൈറ്റ് വിക്ഷേപിച്ചു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ ISRO റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്ന ആൾക്ക് ചന്ദ്രയാൻ, മംഗൾയാൻ ഇങ്ങനെയൊക്കെ ഉള്ളതിനെ എന്ത് ചെയ്തു, ലോഞ്ച് ചെയ്തു. അത് ചന്ദ്രനിലെത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അയച്ചായിരുന്നു. അതെങ്ങനെയാണ് ചന്ദ്രനിലൊരു റോക്കറ്റ് എങ്ങനെയാണ് എത്തുന്നതെന്നൊക്കെ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇനി ഒന്നും കൂടി ഇടാം. അത് ഞാൻ പേപ്പറിലാണ് വരച്ച് എഴുതിയിരിക്കുന്നത്. എനിവേ എന്തായാലും നമുക്ക് അടുത്തത്, ഇപ്പം ഞാൻ ഈ പറയുന്നത് ഫുള്ളായിട്ടുള്ള ഒരു കാര്യമല്ല, കുറച്ച് കാര്യങ്ങൾ മാത്രം കൺക്ലൂഡ് ചെയ്ത് പറയുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മൾ ആദ്യം ഇത് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഫിസിക്സിൻ്റെ അധികായന്മാരായിട്ടുള്ള ന്യൂട്ടനെയും ഐൻസ്റ്റീൻസ് മരിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഇപ്പം നമ്മൾ കുട്ടിക്കാലം മുറ്റേ കേൾക്കുന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ന്യൂട്ടൻ അതുപോലെ തന്നെ ഐൻസ്റ്റീൻ. ഇവർ രണ്ടുപേരും ഫിസിക്സിൽ ഭയങ്കര സംഭാവന ചെയ്തിട്ടുള്ളവരാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ആസ്ട്രോഫിസിക്സിലാണെങ്കിലും എയറോസ്പേസ് എഞ്ചിനീയർ എന്തിലാണെങ്കിലും ഇവരുടെ രണ്ടുപേരുടെയും ഇക്വേഷൻസ് അതുപോലെ തന്നെ തിയറി എല്ലാം, റിലേറ്റിവിറ്റി തിയറി എല്ലാം അതുപോലെ നമുക്ക് ആവശ്യമാണ്. ഇപ്പം ഐൻസ്റ്റീൻ്റെ തിയറി എന്നൊക്കെ പറഞ്ഞാൽ GPS ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കറക്റ്റ് എക്സാക്റ്റ് അതുപോലെ തന്നെ കൃത്യമാണ്. അതുപോലെ തന്നെ ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ, ഇക്വേഷൻസ് ഇതെല്ലാം ഭയങ്കരമായിട്ട് കൃത്യമാണെന്ന് ചിന്തിക്കണം. 1600-ാം നൂറ്റാണ്ടിലാണ് നമ്മുടെ ഐസക് ന്യൂട്ടൻ ജീവിച്ചിരുന്നത്. അന്ന് വെറും ഒരു പേപ്പറും പേനയും വെച്ച് എഴുതിയ ഇക്വേഷൻസ് മാത്രമാണ് ഇന്നും നമ്മൾ ഇപ്പോൾ പോലും ISRO ആണെങ്കിലും നാസ ആണെങ്കിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇക്വേഷൻസ് എന്നൊക്കെ പറയുന്നത് കൃത്യമാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം അതെന്തുമാത്രം അതിൻ്റെ ഇക്വേഷൻസിന് പ്രാധാന്യം ഉണ്ട് എന്നുള്ളത്. ഓക്കെ ആണല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ അധികായനാണ്, അതുപോലെ അതായത് ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ ഉപജ്ഞാതാവ്, അതായത് പിതാവ് തന്നെ, ഫിസിക്സിൻ്റെ പിതാവ് തന്നെ ന്യൂട്ടനാണ്, സർ ഐസക് ന്യൂട്ടനാണ്. അതുപോലെ തന്നെ ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ്? ഐസക് ന്യൂട്ടൻ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 1919-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്, 19-ാം നൂറ്റാണ്ട് ലോകത്ത് തന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഏറ്റവും വലിയ വിപ്ലവം സൃഷ്ടിച്ച ഒരു വർഷം തന്നെയാണ് ഈ 19-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. ന്യൂട്ടൻ്റെ തിയറി ഒന്നും കൂടെയൊക്കെ പരിഷ്കരിച്ച് ഐൻസ്റ്റീൻ റിലേറ്റിവിറ്റി തിയറി ഇറക്കി. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി 1905-ലും 1915 ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും ഐൻസ്റ്റീൻ ഇറക്കി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഭയങ്കര ഒരു വിപ്ലവമാണ് സൃഷ്ടിച്ചത്. ഓക്കെ ആണല്ലോ. അതിനുശേഷം ചൊവ്വയിലേക്കുള്ള ആ സഞ്ചാരപാതമൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റി, നിർവചിക്കാനൊക്കെ പറ്റി. അതൊക്കെ അവിടെ നിൽക്കേണ്ടത്, നമ്മൾ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നില്ല. ഇന്ന് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കാര്യം കൂടെ ഒന്നുകൂടെ പറയാം. അതായത് ന്യൂട്ടൻ്റെ തിയറി ഒന്നുകൂടെ ഐൻസ്റ്റീൻ പരിഷ്കരിച്ചെങ്കിൽ ഇപ്പോഴും ഇതേപോലെ നമ്മുടെ ഈ ഗാലക്സിയൊക്കെ വിട്ട് അങ്ങ് പുറത്തേക്ക് പോകുമ്പോൾ പോലും ഐൻസ്റ്റീൻ്റെ തിയറിയാണ്. അതോടൊപ്പം തന്നെ ന്യൂട്ടൻ്റെ തിയറിയും കട്ടയ്ക്ക് നിൽക്കുമെന്നുള്ളതാണ്. അതായത് 99% ന്യൂട്ടൻ്റെ തിയറി ശരിയാണെന്നുണ്ടെങ്കിൽ 99.99% ഐൻസ്റ്റീൻ്റെ തിയറി ശരിയാണ്. അതായത് അത്രയും ഒരു ചെറിയൊരു വേരിയേഷൻ ഉണ്ടാകുന്നുള്ളൂ. അതായത് ന്യൂട്ടൻ എന്ന് പറഞ്ഞാൽ അന്ന് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പോലും വെറും ഒരു പേപ്പറും പേനയും വെച്ച് എഴുതിയ തിയറമാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല, അത്രയ്ക്ക് ഇതാണ്. ഇനി നമ്മൾ ഇന്ന് പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ പറയുന്നത് ഇപ്പം ഇത് ഒരു എർത്താണ്, നമ്മുടെ ഭൂമിയാണ്, ഇത് മൂൺ ചന്ദ്രനാണ്. ഇപ്പം നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഭൂമിയിൽ നിന്നും നീളത്തിലുള്ള ഒരു ഏണി നമ്മൾ ചന്ദ്രനിലേക്കൊന്ന് ഘടിപ്പിക്കുകയാണെന്ന് കരുതിക്കോ. അല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്ട്രൈറ്റ് ലൈൻ പോലെ വരച്ചിട്ട് ഏതെങ്കിലും ഒരു നീളമുള്ള ഒരു പാലം അങ്ങനെ എന്തെങ്കിലും അങ്ങ് സങ്കല്പിക്കുക. എന്നിട്ട് ഒരാൾ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് പോകാമെന്ന് കരുതിക്കോ. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് അയാൾ എന്തും ചന്ദ്രനിലെത്തും. അപ്പോൾ നമുക്ക് വിചാരിക്കും ഇത്രയും ടെക്നോളജി കണ്ടുപിടിച്ചല്ലോ, ഇപ്പോഴും എന്തിനാണ് ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നതിന് എൻ്റെ എസ്കേപ്പ് വെലോസിറ്റി 11.2 km/s. അതൊക്കെ ഇച്ചിരി തിയറിയാണ്. തിയറി അറിയാത്തവർക്ക് കൂടി മനസ്സിലാവുന്ന രീതിയിലാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, അതായത് ഒരു സെക്കൻഡിൽ ഈ ലോഞ്ച് ചെയ്യുന്ന റോക്കറ്റ് ഭൂമിയിൽ നിന്നും തൊടുത്ത് വിടണമെങ്കിൽ ഒരു സെക്കൻഡിൽ 11.2 കിലോമീറ്ററാണ് സഞ്ചരിക്കുന്നത്. ഒറ്റ സെക്കൻഡിൽ ഇത് കവർ ചെയ്തിരിക്കണം ഈ 11 കിലോമീറ്റർ, എന്നാലേ ഇത് ചന്ദ്രനിലെത്തും. അപ്പോഴും അതേപോലെ തന്നെ അപ്പോഴും നമ്മൾ വിചാരിക്കും ഇതുപോലെ വേണമെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ ഒരു പാലം ഇങ്ങോട്ട് ഘടിപ്പിക്കുക ചന്ദ്രനിലേക്ക്. അപ്പോഴൊരു ഉറുമ്പ് ഇങ്ങനെ പതുക്കെ നടന്നു പോകുന്നെങ്കിലും കുറേ വർഷങ്ങൾ, ചിലപ്പോൾ കുറച്ച് വർഷങ്ങൾ എടുത്ത് ആ ഉറുമ്പ് ജീവിച്ചിരിക്കത്തില്ല അത്രയും കാലം. എനിക്കറിയില്ല ഉറുമ്പിലെ ആയുസ് എന്നാണ്. എന്നാലും ഇത് അങ്ങ് വരെ എത്തും, ഉറപ്പാണ്. അപ്പോൾ ഈ പറയുന്ന 11.2 km/s എന്ന് പറയുന്നത് നമ്മൾ ഈ ഉറുമ്പ് കവർ ചെയ്യുന്നില്ല. അപ്പോൾ സാധാരണയൊക്കെ റോക്കറ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി എന്നാണ് പറയുന്നത്. എസ്കേപ്പ് വെലോസിറ്റി എന്നാണ് പറയുന്നത്. അതായത് ഭൂമിയിൽ നിന്ന് ഒരു റോക്കറ്റ് അല്ലെങ്കിൽ ഒരു വസ്തു ഭൂമിയുടെ ആ ഗ്രാവിറ്റി ഭേദിച്ച്,
ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, അതായത് അതിൻ്റെ ആ അട്രാക്ഷൻ ഭേദിച്ച് അതിൻ്റെ പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഒരു വസ്തു 11.2 km/s എന്തെങ്കിലും ലോഞ്ച് ചെയ്തിരിക്കണം. അതാണ് നമ്മുടെ ആ ഫിസിക്സിൽ പറയുന്നത്. അതെന്തുകൊണ്ടാണ്? അപ്പോൾ അത് നമ്മൾ ചോദിക്കുമ്പോൾ ഇതേപോലെ പതുക്കെ ഒരാൾ ഇവിടെ നിന്ന് നടന്നു പോയാലും എന്തുവാ എത്തിക്കൂടെ? ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിങ്ങനെ ഇപ്പോൾ 2ാമത്തെ നിലയിലോട്ട് കയറി പോകാമെന്ന് കരുതിക്കോ. അപ്പോൾ ഞാനിങ്ങനെ ഒരു കോണിപ്പടി, ഇതിപ്പോൾ താഴത്തെ നില, ഇത് മേളിലത്തെ നില, ഇവിടുന്ന് ഞാനൊരു കോണിപ്പടി വഴി ഇങ്ങനെ കയറി പോവുകയാണ്. അപ്പോൾ ഞാൻ സാധാരണ ഇവിടുന്ന് മണ്ടയിലെത്തി. ഇവിടുന്ന് മണ്ടയിൽ എത്തിയപ്പോൾ ഞാൻ ഈ ഗ്രാവിറ്റിയെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പക്ഷേ ഇതേ നീളമുള്ള സാധനം അങ്ങ് ചന്ദ്രന് വരെ നീളം ഉണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും എന്തായാലും നടന്നങ്ങ് എത്താൻ പറ്റും ഒരു ദിവസം. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? സത്യത്തിൽ രണ്ടും ശരിയാണ്. ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നത് 11.2 km, അതും കറക്റ്റാണ്. അതുപോലെ തന്നെ ഈ നടന്നെത്തുന്നതും കറക്റ്റാണ്. ഇനി ഇതിനകത്ത് വ്യത്യാസം എന്താണെന്ന് പറയാം. ഈ വ്യത്യാസം പറയണമെങ്കിൽ നമ്മൾ ന്യൂട്ടൻ്റെ 1ാം ചലന നിയമവും 3ാം ചലന നിയമവും നമുക്ക് ഉപയോഗിക്കണം. അതായത് ന്യൂട്ടൻ്റെ 3ാം ചലന നിയമം പറയുന്നുണ്ട് എവരി ആക്ഷൻ ആസ് ആൻ ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ ഈ റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഇവിടെ ഇന്ധനമൊക്കെ കത്തി ജ്വലിപ്പിച്ചിട്ടാണ് ഇത് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രഷറിലാണ് ഇത് എന്ത് ചെയ്യുന്നത്, ത്രസ്റ്റിലാണ് ഇത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, പ്രഷറിലാണ് അത് പോകുന്നത്. അപ്പോൾ ഇത് എന്തുവാ ലോഞ്ച് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ടങ്ങ് പോകുന്ന സമയത്ത് ഇത് അങ്ങെത്തും. അപ്പോൾ ഈ ന്യൂട്ടൻ്റെ 1ാം ചലന നിയമം അനുസരിച്ച് ഇതിങ്ങനെ പോകുമ്പോൾ, 3ാം ചലന നിയമം അനുസരിച്ച് ഇങ്ങനെ പോകുമ്പോൾ ഇതിനകത്ത് കുറച്ച് നേരം സംബന്ധിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അതിൻ്റെ പേലോഡ് എന്ന് പറയുന്ന കുറച്ച് സാധനങ്ങളൊക്കെ നടന്ന് വീഴുന്ന കണ്ടിട്ടുണ്ട്. അതെന്തിനാണെന്നറിയാമോ? ഇത് എന്തിനാണെന്ന് വെച്ചാൽ മനസ്സിലാക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഇപ്പം ഇത് റോക്കറ്റ് ലോഞ്ച് ചെയ്ത ഈ ഇന്ധനം ഇങ്ങനെ നിറച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഇന്ധനം എരിച്ചുകൊണ്ടാണ് ഈ പേലോഡുകൾ വഹിച്ചുകൊണ്ടാണ് ഈ പേലോഡിനകത്താണ് ഈ ഇന്ധനം ഇരിക്കുന്നത്. ഇതിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ തണ്ടേ കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് അടന്നുറങ്ങി വീഴും. അത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇന്ധനം തീർന്നു. പിന്നെ ഇതിൻ്റെ ഭാരം കൂടി ചുമന്ന് കൊണ്ടുപോകാനുള്ള ബാക്കി ഇന്ധനത്തിന് അതിനുള്ള കപ്പാസിറ്റി കാണത്തില്ല. ഉണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ ഭാരം കൂടെ വഹിച്ചു പോകുമ്പം അത്രയും ഇന്ധനം തീർന്നു പോകും. അത് വരാതിരിക്കാനാണ് ആ കൃത്യസമയം ആ പേരോട് എന്ത് ചെയ്യുന്നത്, അത് ഇളവി തെറിച്ച് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത റോക്കറ്റിൻ്റെ പ്രവർത്തനം ആരംഭിക്കും. ആ റോക്കറ്റ് അടുത്ത പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് അതും ഇങ്ങനെ കത്തി, അപ്പോൾ ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് പേരോട് വീണ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അടുത്ത റോക്കറ്റ് എന്ത് ചെയ്യും, ഇതേപോലെ അതിൻ്റെ ഇന്ധനം എരിച്ചുകൊണ്ട് എത്തുമ്പോഴത്തേക്കും അതിൻ്റെ ഇന്ധനം തീരും. അപ്പോഴത്തേക്കും അതും അടന്ന് വീഴുന്ന സമയത്തായിരിക്കും എന്തുവാ അടുത്തത്. അങ്ങനെ എത്തി അവസാനം മൂണിൻ്റെ അവിടെ എത്തുമ്പോൾ എന്തായിരിക്കും, ഇത് പിന്നെ കറങ്ങി അത് ഞാൻ മറ്റേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബൂസ്റ്ററൊക്കെ മാറ്റി ത്രസ്റ്ററൊക്കെ മാറ്റി എന്ത് ചെയ്യും, അവസാനം പതുക്കെ എന്ത് ചെയ്യും, ലോഞ്ച് ചെയ്ത സാധനം ഇവിടെ എത്തും. അത് ഈ പറഞ്ഞ രീതിയിൽ ഡയറക്റ്റ് ഒന്ന് വീഴുകയല്ല ചെയ്യുന്നത്, ഇതിനെ ഒന്ന് വലം വെച്ച്, അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഈ 5-6 തവണ എന്തിനാണ് വലം വെക്കുന്നത് എന്നൊക്കെ. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഒന്നും കൂടെ ചെയ്യാം. അത് പേപ്പറിലാണ് എഴുതി ചെയ്തത്, അതുകൊണ്ടാണ്. ഇപ്പം നമുക്ക് ഈ സാധനമാണ് എന്താ ന്യൂട്ടൻ്റെ 3ാം ചലന നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇനി ന്യൂട്ടൻ്റെ 1ാം ചലന നിയമത്തിൻ്റെ ആവശ്യകത എന്താണ്, അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഗലീലിയെ പറ്റി ഒന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ന്യൂട്ടന് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ഇതേപോലെ തന്നെ ഒരു സയൻറ്റിസ്റ്റ് ആരായിരുന്നു, ഗലീലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗലീലിയോ ആദ്യമായിട്ട് പറയുന്നുണ്ട് എന്തുവാ, ഒരു വസ്തുവിനെ നമ്മൾ ഒരു വസ്തുവിനെ ഒന്ന് തള്ളുമ്പോൾ ആ വസ്തു എന്ത് ചെയ്യും, മൂവ് ചെയ്യും. ഓക്കെ ആണല്ലോ. ഇപ്പം ഞാൻ ഈ ഒരു ചോക്ക് ഇവിടെ മേശപ്പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ തള്ളുവന്നെങ്കിൽ അത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവിടെ നിൽക്കും. അതുപോലെ തന്നെ ഈ സാധനത്തിനെ എന്തുവാ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനത്തിനെ ഞാൻ ഒരു ബലം പ്രയോഗിക്കുമ്പോൾ അത് നിൽക്കുകയും ചെയ്യും. അത് ഗലീലിയോ ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്തുവാ, ഇതേപോലെ ഇത് ഒരു വസ്തുവിൽ എന്തുവാ ഒരു ബലം പ്രയോഗിക്കുമ്പോൾ എന്തുവാ അത് പോകും. അതേപോലെ ഒരു വസ്തുവിൽ അതായത് എന്തുവാ ഒരു ബലം പ്രയോഗിക്കാത്തിടത്തോളം അത് അതിൻ്റെ ചലനാവസ്ഥയിലോ നിശ്ചലാവസ്ഥയിലോ തുടരുമെന്നുള്ളത്. പക്ഷേ ഗലീലിയോ പറഞ്ഞതിലൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതെന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു കളിപ്പാട്ടക്കാർ എടുത്ത ശേഷം ഇതിങ്ങനെ പോകുന്നു, ഇങ്ങനെ മുറുക്കിയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമല്ലോ, കുറച്ച് നേരം കഴിയുമ്പോൾ ഇവിടെ നിൽക്കും. അപ്പോഴും അതിനകത്ത് ഞാൻ പ്രത്യേകിച്ചൊരു ബലം കൊടുത്തതുമില്ല, പക്ഷെ അതെങ്ങനെ നിന്നു. അപ്പോൾ ഗലീലിയോ അന്ന് ഈ ഘർഷണം അഥവാ ഫ്രിക്ഷനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലായിരുന്നു. അപ്പോഴത്തേക്ക് അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തതാണ് ന്യൂട്ടൺ ചെയ്തത്. ന്യൂട്ടൺ അതിനെ മോഡിഫൈ ചെയ്താണ് ഫസ്റ്റ് ലോ എന്ത് ചെയ്ത് പുള്ളി നിർമ്മിച്ചത്. ന്യൂട്ടൻ്റെ 1ാം ചലന നിയമം ഗലീലിയോയുടെ ചലന നിയമത്തെ ഗലീലിയോയുടെ ആ നിയമത്തെയാണ് ന്യൂട്ടൺ 1ാം ചലന നിയമമാക്കി പരിഷ്കരിച്ചെടുത്തത്. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് ഒരു അസന്തുലിതമായിട്ടുള്ള ബാഹ്യബലം, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ്, അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് അതിനകത്ത് പ്രയോഗിച്ചിരിക്കണം, എന്നാലേ അത് ഒന്നുകിൽ മൂവ് ചെയ്യോ അല്ലെങ്കിൽ നിൽക്കുമോ എന്നുള്ളത്. ഇനി ഞാനൊരു കാര്യം പറയാം. ഇപ്പം തൽക്കാലം ഇതിപ്പോൾ ഈ ഭൂമിയുടെ ഒരു അന്തരീക്ഷമാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ അന്തരീക്ഷം ഇല്ല ഇവിടെ. അതായത് മാത്രമല്ല ഇത്രയും ഭാഗമാണ് ഭൂമിയുടെ ആകർഷണ ബലം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഈ റോക്കറ്റിന് ഇങ്ങോട്ട് ലോഞ്ച് ചെയ്ത് ഇങ്ങ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് സ്പേസിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെ ഒരു ബലവും ഇല്ലെങ്കിൽ ഇതിന് എത്ര വെലോസിറ്റി ഉണ്ടോ, അതാണ് ന്യൂട്ടൺ പറയുന്നത് എന്തുവാ, എത്ര വെലോസിറ്റിയിലാണോ ഇതിപ്പോൾ ഇവിടെ നിൽക്കുന്നത്, ഇവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് പോകുന്നത് അതേ വെലോസിറ്റിയിലായിരിക്കും. അതായത് ഇവിടെ ഈ ഒന്നും ഇടിച്ച് ഇതിനെ നിൽക്കാത്തിടത്തോളം ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. എനിക്ക് തോന്നുന്നു 1972 1973 കണ്ട നാസ വിക്ഷേപിച്ച ഏതായിരുന്നു വോയേജർ ആണെന്ന് തോന്നുന്നു.
അതിപ്പോഴും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര ഈ സൗരയൂഥം ഭേദിച്ച് അങ്ങ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ അത് നിങ്ങൾ വിചാരിക്കും ഇത് എങ്ങനെ പോകുന്നത്? സത്യത്തിൽ യഥാർത്ഥത്തിൽ അത് അതിന് ഒരു ഇന്ധനവും ഇപ്പോഴും അതിനകത്ത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്താണ്? ഈ ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമമാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം എന്താ? ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അതിനകത്ത് ഇല്ലാത്തടത്തോളം ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇനി നമ്മൾ പറയുന്നത് ആ ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമത്തിലേക്ക് തിരിച്ചു വന്നു. അതിനെന്തോ പറയുന്നത്? ഒരു ഫോഴ്സ് ഇല്ലാത്തടത്തോളം ഇതെന്ത് ചെയ്യും? പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞ നമ്മുടെ യഥാർത്ഥ പോയിന്റിലേക്ക് വരാം. ഈ പറഞ്ഞ എസ്കേപ്പ് വെലോസിറ്റി ഇപ്പം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ എന്തുവാ ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്തു. ഇതേപോലെ ഏതാണ്ട് 11 കിലോമീറ്റർ 11.2 കിലോമീറ്റർ സെക്കൻഡിൽ എന്തുവാ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇതിങ്ങനെ അത്രയ്ക്ക് സ്പീഡാണ്. കണ്ണടച്ച് തുറക്കുന്നതിനെ വെച്ച് ഇങ്ങെത്തും. എത്തുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നത്? ഈ പറയുന്ന ഈ ആകർഷണ വലയം ഭേദിച്ച് ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതെന്തുവാ പോയി അവസാനം അതിൻ്റെ ആ എഞ്ചിൻ എന്ത് ചെയ്യുക, അതിൻ്റെ ആ സ്പീഡൊക്കെ കുറച്ചുകൂടെ എത്തും. ഓക്കെ, അതൊന്നാമത്തെ ഒരു രീതി ഈ പറഞ്ഞ ഈ സ്പീഡിൻ്റെ എസ്കേപ്പ് വെലോസിറ്റിയുടെ കാര്യം വെച്ചുകൊണ്ട് പറയുന്നത്. ഇനി അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു പാലം പണിഞ്ഞ് ഇങ്ങനെ എത്തുമ്പോൾ അങ്ങനെ ചെയ്തുകൂടെ എന്ന് പറയാം. അതിൻ്റെ ഒരു പ്രത്യേകത ചിന്തിച്ചോക്കെ. ഞാനിപ്പോൾ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ കയറി, ഞാൻ കുറച്ച് ബലം പ്രയോഗിച്ചു, എൻ്റെ കാലിനൊക്കെ ഒരു ബലം പ്രയോഗിച്ചിട്ടാണ് ഞാൻ സ്റ്റെപ്പ് കയറിയത്. വീണ്ടും ഞാനൊരു ബലം പ്രയോഗിച്ചൊരു സ്റ്റെപ്പ് കയറി, വീണ്ടും ബലം അതായത് ഞാനിങ്ങനെ പോകുന്നതനുസരിച്ച് ഞാൻ ബലം പ്രയോഗിച്ചുകൊണ്ടിരിക്കണം. അതുപോലെയാണ് നമ്മൾ ഇപ്പോൾ ഒരു ഉറുമ്പ് നടന്നു പോയാൽ ഇങ്ങനെ ആയിരിക്കും, അത് ബലം ഇങ്ങനെ പ്രയോഗിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഞാനിപ്പം ലോഞ്ച് ചെയ്യുന്ന റോക്കറ്റും പതിയെ ഒരു സ്പീഡ് വിട്ടാൽ എന്ത് ചെയ്യണം? ഇത് ആ ഈ ബലം പ്രയോഗിച്ചുകൊണ്ടിരിക്കണം. ഈ ബലം പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാണ്? ഇതിൻ്റെ ഇന്ധനം കത്തിച്ചുകൊണ്ടിരിക്കണമെന്നാണ് പറയുന്നത്. ഈ ഇന്ധനം കത്തിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ ഈ വെലോസിറ്റിയിൽ ഇത് ഇങ്ങനെ എത്തണമെങ്കിൽ അത്രയും ഇന്ധനം ഓരോ സെക്കൻഡിൽ എന്ത് ചെയ്തിരിക്കണം? ജ്വലിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത്രയും ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര നഷ്ടമായിരിക്കും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ആ ഒരു മെത്തേഡ് അപ്രോച്ച് ചെയ്യാതെ ഇതാകുമ്പോൾ ഒറ്റ സ്പീഡിൽ ഒറ്റ തവണ ഈ ഇന്ധനം ജ്വലിപ്പിക്കേണ്ടതായിട്ടുള്ള വരുന്നുള്ളൂ. ആ സമയത്തേക്ക് ആ വെലോസിറ്റി അത് കൈവരിക്കും. ആ വെലോസിറ്റി കൈവരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തുവാ ഒറ്റയടിക്ക് അങ്ങ് എത്തിക്കഴിഞ്ഞു, പിന്നെ ആ സ്പീഡിൽ അതങ്ങ് എത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനെ 11.2 കിലോമീറ്റർ എസ്കേപ്പ് വെലോസിറ്റി തന്നെ കീപ്പ് ചെയ്ത് റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നത്. ഇനി ഇതേ സ്പീഡ് ഇല്ലാതെ തന്നെ വേണമെങ്കിൽ റോക്കറ്റ് ലോഞ്ച് ചെയ്യാൻ പറ്റത്തില്ലെന്നല്ല, പറ്റും. പക്ഷേ ഈ പറയുന്ന ഒരു പ്രശ്നമുണ്ട്. അത് മറികടക്കാൻ വേണ്ടിയാണ് ഈ എസ്കേപ്പ് വെലോസിറ്റിയെ നമ്മൾ കൂട്ടിവയ്പ്പിക്കുന്നത്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഒന്നും കൂടെ പറയാം. ന്യൂട്ടൺ പണ്ട് ഈ പറയുന്ന ചലന നിയമങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തിയററ്റിക്കൽ പാർട്ടാണ്, വേറൊന്നുമില്ല. ഒരു വസ്തു ഇപ്പം ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു വസ്തു ഇങ്ങനെ ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ബലവും ഇല്ല. ഇപ്പം ഇത് ആകർഷണ വലയത്തിൽ കയറി കഴിഞ്ഞു. ഇനി ഇതിങ്ങനെ എത്തുമ്പോൾ ഏകദേശം എന്തുമായിരിക്കും? ഈ ഒരു ബലം ഇതിനെതിരെ ഈ മാസ്, അതായത് ഒരു വസ്തു ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂട്ടൻ്റെ ചലന നിയമം അനുസരിച്ച് ആ വസ്തുവിൻ്റെ മാസ് ഇതിൻ്റെ ആകർഷണത്തെ എന്ത് ചെയ്യുന്നില്ല? ബാധിക്കുന്നില്ല. അതായത് ഇതിൻ്റെ അട്രാക്ഷൻ ഭൂമി ഇതിനെ പ്രയോഗിക്കുന്ന ബലം എന്ന് പറയുന്ന വസ്തുവിൻ്റെ മാസുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അത് വെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇതിങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തുവാ? ഇത് ആകർഷണ ബലം കൂടിയനുസരിച്ച് സ്പീഡ് ഇങ്ങനെ കൂടും. അത് വേറൊരു കാര്യം. അപ്പോൾ തിരിച്ചു അങ്ങോട്ട് വിടണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഇതേ സ്പീഡിൻ്റെ, കാരണം ഈ ഭൂമി ഈ പോയിന്റ് വെച്ചുകൊണ്ട് ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്? അട്രാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതേ സാധനത്തിനെ തിരിച്ചങ്ങോട്ട് എറിയണമെങ്കിൽ ഈ അട്രാക്ഷൻ, ഈ ആകർഷണ വലയം ഭേദിച്ച് വേണം ഇവിടം വരെ എത്തിക്കാൻ. അത് കഴിഞ്ഞാൽ പിന്നെ ആ സ്പീഡ് എന്ത് ചെയ്തിരിക്കും? ഇതിന് കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ഈ ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ അടിസ്ഥാനമാക്കി ഈ റോക്കറ്റിൻ്റെ ലോഞ്ചിങ്ങും അതിൻ്റെ കാര്യങ്ങൾ. നമ്മൾ പറയുമ്പോൾ സിമ്പിളാണ്, പക്ഷേ ഭയങ്കര ആപ്ലിക്കബിലിറ്റിയാണ് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമവും അതുപോലെ രണ്ടാം ചലന നിയമം, മൂന്നാം ചലന നിയമമൊക്കെ. അപ്പോൾ ഇത് എൻ്റെ ഒരു പരിമിതമായിട്ടുള്ള ഒരു അറിവാണ് നിങ്ങളുടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ.